നമസ്കാരം കൂട്ടുകാരെ, പവൻ പ്രീമിയം ടൈലിംഗ് എക്സ്പെർട്ടൈസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് എനിക്ക് എൻ്റെ ട്രാവലിംഗ് എക്സ്പീരിയൻസിൽ കണ്ടിഷ്ടപ്പെട്ട ഒരു ബാത്റൂം ഡിസൈനെ കുറിച്ചാണ്. സാധാരണ ഞാൻ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഡിസൈനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കും, പക്ഷെ അത് ഞാൻ ഡോക്യുമെന്റ് ചെയ്യാറില്ല. പക്ഷെ ഇന്ന് അത് കണ്ട് എനിക്ക് ഒരു ബാത്റൂമിന്റെ ഡിസൈനും അത് സെറ്റ് ചെയ്തേക്കുന്ന രീതികളൊക്കെ കണ്ടിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടുമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ബാത്റൂമിന്റെ ഡോറ് തുറക്കുമ്പോൾ തന്നെ കാണുന്ന വ്യൂ ആണിത്. ഇതൊരു മോഡേൺ സ്റ്റൈലിൽ നിർമ്മിച്ച ഒരു ബാത്റൂമാണ്. ഇതിൽ നമ്മൾ ആദ്യം തന്നെ നോട്ടീസ് ചെയ്യുന്നത് ഒരു കോണ്ടംപററി ഡിസൈൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഫീലും അതുപോലെ തന്നെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷവും നമുക്കിത് തരുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു ബാത്റൂമിന്റെ സൈസ് വരുന്നത് 15 ഫീറ്റിന് 7 ഫീറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള സിംഗിൾ ഷെയ്ഡ് ഡിസൈനുകളാണ് ഈ ഒരു ബാത്റൂമിൽ ഇവർ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ഈ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ സിംഗിൾ ഷെയ്ഡ് ഡിസൈനുകൾ ബാത്റൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അത് വൃത്തിയായിരിക്കുമോ എന്നൊക്കെ. പക്ഷേ മൾട്ടി കളർ ആയിട്ടുള്ള ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈനുകൾ കൊടുക്കുന്നതിനേക്കാളും സിംഗിൾ ഷെയ്ഡ് തന്നെയാണ് ഒരു ബാത്റൂമിൽ ഏറ്റവും വൃത്തി കാണാൻ. അത് നമ്മുടെ ബാത്റൂം കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് തോന്നിക്കും. നമ്മുടെ ഈ ബാത്റൂമിൽ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു അണ്ടർ ദ ടേബിൾ വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഒരു ബാത്ത് ടബും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും വളരെ സ്പേസ് കുറച്ചിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഈ വാഷ് ബേസിൻ്റെ സൈഡിലാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഹാൻഡ് വാഷൊക്കെ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്കും നമ്മുടെ വീട്ടിൽ ഇതുപോലെ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അത് ആദ്യം തന്നെ ഒരു ലേ ഔട്ടൊക്കെ ഉണ്ടാക്കി ആദ്യം തന്നെ ഡിസൈനൊക്കെ ചെയ്യാമെങ്കിൽ വളരെ സ്പേസ് കുറച്ച് തന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കൂട്ടുകാരെ, പലരുടെ ഒരു ഡൗട്ടാണ് നമ്മുടെ വാഷ് ബേസിൻ്റെ സൈഡ് വാൾ വരുന്ന ഹൈലൈറ്ററിന് ഏത് കളർ കൊടുക്കണമെന്ന്. ഇവരിവിടെ ചെയ്തേക്കുന്ന ഗ്രാനൈറ്റ് ആണ്. നമ്മുടെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലെൻഡായി പോകുന്ന ഏത് കളറും നല്ലതായിരിക്കും. ഫ്രണ്ട്സ്, ഇവിടെ വാഷ് ബേസിനിൽ മിക്സർ ടാപ്പാണ് വെച്ചിരിക്കുന്നത്. മിക്സർ ടാപ്പ് തന്നെ 2 ടൈപ്പാണ് വരുന്നത്. അതിൽ ടേബിൾ മൗണ്ടഡ് ഉണ്ട്, വാൾ മൗണ്ടഡും ഉണ്ട്. ഇവർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് ടേബിൾ മൗണ്ടഡ് ആണ്. ഈ ടേബിൾ മൗണ്ടഡിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് ഒരു ഡിസൈനിലാണ് ഇവർ ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ടൈപ്പ് മിക്സർ നമുക്ക് നോർമൽ മിക്സറിനേക്കാളും വെറൈറ്റിയാണ്. അതുപോലെ തന്നെ ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു അമേരിക്കൻ സ്റ്റാൻഡേർഡൊക്കെ ഇതിൽ ഫീൽ ചെയ്യും. പിന്നെ സാധാ മിക്സറിൻ്റെ റേറ്റൊക്കെ തന്നെ ഇതിനും വരത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ എല്ലാ ടാപ്പ് ഫിറ്റിങ്സും, അത് മിക്സർ ആയിക്കോട്ടെ ഡൈവേർട്ടർ ആയിക്കോട്ടെ, എല്ലാം ഒരേ ബ്രാൻഡിൻ്റെ ഒരേ സെഗ്മെൻറ്റിൽ വരുന്ന ഡിസൈനാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടാപ്പ് ഫിറ്റിങ്സ് പോലും യൂണിഫോമിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല. നമുക്ക് എവിടെ ഏത് ടാപ്പ് നോക്കിയാലും എല്ലാം ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു പാറ്റേൺ, ഒരു യൂണിഫോമിറ്റി നമുക്കത് നൽകുന്നുണ്ട്. ഇത് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ ടാപ്പുകൾ വെക്കുമ്പോഴും ബാത്റൂമിൽ ടാപ്പുകളൊക്കെ വെക്കുമ്പോഴും എല്ലാം യൂണിഫോം ആയിട്ടുള്ള ഡിസൈനുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യും. പലയിടത്തും പല പല ഡിസൈനുകൾ ഇൻസ്റ്റാൾ ചെയ്യാതെ എല്ലാം ഒരു യൂണിഫോം ആയിട്ടുള്ള ഡിസൈനുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടുന്നതായിരിക്കും. കൂട്ടുകാരെ, ഈ ഒരു ബാത്റൂം വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഈ ബാത്റൂമിൻ്റെ അകത്തെ ടബിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബ്ലൈൻഡും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഫേസിംഗ് ആയിട്ട് ഒരു മിററും വെച്ചിട്ടുണ്ട്. ഈ ബ്ലൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലൈൻഡാണ്. അതായത് നമുക്ക് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഓപ്പൺ ആവുകയും തന്നെ ക്ലോസ് ആവുകയും ചെയ്യുന്ന ഒരു ബ്ലൈൻഡാണ്. ഇത് ഒരു ഇച്ചിരി പഴയ ടെക്നോളജിയാണ്. പുതിയ ടെക്നോളജിയിൽ ഈ ബ്ലൈൻഡ് തന്നെ നമുക്ക് റിമോട്ട് വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ബ്ലൈൻഡുകൾ അവൈലബിൾ ആണ്. ആ ഒരു ടെക്നോളജി നമുക്കും നമ്മുടെ വീടുകളിൽ ബാത്റൂം ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് ചെയ്യാവുന്നതായിരിക്കും. അത് ഇച്ചിരൂടെ മോഡേൺ ആയിട്ട് ഒരു ഫീൽ നമുക്ക് തരും. അതുപോലെ തന്നെ കൂട്ടുകാരെ, ഈ ഒരു ബാത്റൂമിൻ്റെ നമ്മുടെ വോളിൽ നോക്കിക്കഴിഞ്ഞാൽ വോളിൽ ടൈലിൻ്റെ കോർണർ ചേർന്ന് വരുന്ന ഭാഗങ്ങളിൽ ഇവരിങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഈ കാണിച്ചേക്കുന്നത് ബാത്ത് ടബിൻ്റെ കോർണർ ചേർന്ന് വരുന്ന ഭാഗമാണ് കാണിച്ചേക്കുന്നത്. ഇതിന് പറയുന്നത് എക്സ്പോസ്ഡ് ടൈൽ എഡ്ജ് എന്നാണ് പറയുന്നത്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ബീഡിങ് വേണമെങ്കിലും കൊടുത്ത് ചെയ്യാം. ബീഡിങ് പല മെറ്റീരിയൽ വരുന്നുണ്ട്. അലുമിനിയം വരുന്നുണ്ട്, പ്ലാസ്റ്റിക് വരുന്നുണ്ട്, അതുപോലെ തന്നെ പല നിറത്തിലും വരുന്നുണ്ട്. ഈ ടൈലുകൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മോൾഡ് ചെയ്തും കൊടുക്കാവുന്നതാണ്. ഇതും നമുക്ക് വീട്ടിലൊക്കെ ഫോളോ അപ്പ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഒരു വെറൈറ്റിയാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള അടിപൊളി കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.